ഹരേ കൃഷ്ണ. രാധേ രാധേശ്യാം. ഓങ്കും ഗുരുഭ്യോ നമഃ. നമ്മളെല്ലാം തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിലാണല്ലേ. ഈ തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മൾ ഈ തിരക്ക് കൂട്ടുന്നത് എന്തിനാണ് അല്ലേ? എന്തിനാണ് നമ്മൾ ഏറെ ഓടുന്നത്? ധനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ധനം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ആ ധനം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ആ ഐശ്വര്യം, ആ ധനസമൃദ്ധി ലഭിക്കുവാൻ നമ്മൾ ആരെ പൂജിക്കണം? തീർച്ചയായും ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ ഗൃഹത്തിലുണ്ടാവണം, നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം, നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ ആ ലക്ഷ്മി കടാക്ഷം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം, ശ്രേയസ്, ധനം ഇതൊക്കെ ഉണ്ടാകുകയുള്ളൂ. പക്ഷേ ലക്ഷ്മി ദേവിയെ മാത്രം സ്മരിച്ചാൽ ഈ ധനം ലഭിക്കുമോ? അല്ല ഈ ഐശ്വര്യം ലഭിക്കുമോ? അല്ല ലക്ഷ്മി ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ലക്ഷ്മി വാസം നമ്മുടെ ഗൃഹത്തിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിന് ആസ്പദമായ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും ഒരു കഥ പറയാം. ഇപ്പം ഭക്തരെല്ലാം ഭഗവാനെ ഇങ്ങനെ നാരായണ നാരായണ എന്ന് സ്മരിക്കുകയാണ്. അപ്പം വൈകുണ്ഠത്തിൽ ഭഗവാൻ സാക്ഷാൽ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഭക്തരുടെ ഈ പ്രാർത്ഥന ഇങ്ങനെ ശ്രവിക്കുകയാണ്. അപ്പോൾ സന്തോഷവാനായി ചിരിച്ച മുഖത്തോടെ മഹാവിഷ്ണു തൻ്റെ പത്നിയായ ലക്ഷ്മി ദേവിയോട് പറയുന്നു, ദേവി നോക്കൂ, ഭൂമിയിൽ എല്ലാവരും വലിയ ഭക്തിയിലാണ്. അവർ കണ്ടോ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ലക്ഷ്മി ദേവി ഇത് കേട്ട തൻ്റെ പതിയുടെ ഈ വാക്കുകൾ കേട്ടിട്ട്, മഹാവിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് തെല്ലൊന്ന് മന്ദസ്മിതം പോയിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഭഗവാനെ അവർ ജപിക്കുകയാണ്, അങ്ങേ വിളിക്കുകയാണ്, പക്ഷേ അവർ എന്നെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ്, ലക്ഷ്മി ദേവി അതായത് എന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്, ധനത്തെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, അവർ നാരായണ നാരായണ എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ ദേവി പറഞ്ഞു, അങ്ങേ അവർ വിളിക്കുന്നുണ്ട് എങ്കിലും അവർ ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെയാണ് വിളിക്കുന്നത്. ധനത്തിന് വേണ്ടിയിട്ടാണ്, ആ ലക്ഷ്മീവാസം അവരുടെ ഗൃഹത്തിലുണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവർ എന്നിട്ടും നാരായണ നാരായണ എന്നാണല്ലോ ജപിക്കുന്നതെന്ന് ഭഗവാൻ ഇങ്ങനെ വീണ്ടും പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, നമുക്കെങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ആ ജനങ്ങളെ, ആ ഭക്തരെ നമുക്കൊന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ആ ഭഗവാൻ ആദ്യം തന്നെ ഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭൂമിയിലേക്ക് ചെന്ന ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ട്, ഒരു ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് ഒരു ഗൃഹത്തിൻ്റെ വാതിക്കൽ ചെന്ന് മുട്ടി. ആ ഗൃഹത്തിലെ ഗൃഹനാഥന് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ ബ്രാഹ്മണനെ കണ്ട ഉടനെ വളരെ വളരെ നമുക്ക് ഇഷ്ടം തോന്നുന്ന അല്ലെ മുഖശ്രീയുള്ള ഈ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ആ ഗൃഹത്തിൻ്റെ ഉടമസ്ഥൻ, ആ ഗൃഹനാഥൻ ആ ബ്രാഹ്മണനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് വന്നത്? എന്ത് സഹായമാണ് ഞാൻ അങ്ങേക്ക് ചെയ്യേണ്ടത് എന്നാം ബ്രാഹ്മണനോട് ആ ഗൃഹസ്ഥൻ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ നാരായണൻ, ആ ബ്രാഹ്മണൻ്റെ വേഷം പൂണ്ട് നിൽക്കുന്ന നാരായണൻ ആ ഗൃഹസ്ഥനോട് പറയുകയാണ്, ഞാൻ ഈ ഗ്രാമത്തിൽ ഭഗവത് കഥകൾ പറയുവാനും ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞ് മറ്റുള്ളവരെ കേൾപ്പിക്കുവാനും വേണ്ടി വന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് താമസിക്കുവാനായി ഒരിടം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ ഗൃഹസ്ഥൻ പറഞ്ഞു, അതിനെന്താ, തീർച്ചയായും ഭഗവാന്റെ കഥ പറയാൻ വന്ന ആളല്ലേ, നാരായണൻ്റെ കഥ പറയാൻ വന്ന ആളല്ലേ, അതുകൊണ്ട് തീർച്ചയായും ഞാൻ അതിനുള്ള ഏർപ്പാടെല്ലാം ചെയ്തു തരാം. അങ്ങയ്ക്ക് പ്രഭാഷണം നടത്തുവാൻ അല്ലെങ്കിൽ ഭഗവാന്റെ കഥ പറയുവാനുള്ള സ്ഥലമെല്ലാം ഞാൻ ഏർപ്പാടാക്കി തരികയും ചെയ്യാം. അങ്ങ് മറ്റെങ്ങും പോവുകയും വേണ്ട, എൻ്റെ ഗൃഹത്തിൽ തന്നെ താമസിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ കഥ പറയുവാൻ തുടങ്ങി. ഭഗവാൻ കഥ പറയുകയാണ്, അതായത് ഭഗവാൻ തന്നെ, നാരായണൻ തന്നെ, മഹാവിഷ്ണു തന്നെ നേരിട്ട് കഥ പറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അവിടെ എങ്ങുമുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള, ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാരും പ്രായഭേദമന്യേ എല്ലാവരും കഥ കേൾക്കുവാനായിട്ട് ആ ഭഗവത് കഥ പറയുന്ന സ്ഥലത്ത് വളരെ തിരക്കാണ്. ജനം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. ഇതേ സമയത്ത് ലക്ഷ്മി ദേവിയും ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഇതൊരു പരീക്ഷിക്കാമല്ലോ എന്ന് പറഞ്ഞാണല്ലോ ഭഗവാൻ മഹാവിഷ്ണു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പരീക്ഷിക്കാം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ലക്ഷ്മി ദേവിയും ആ ഗൃഹത്തിലെത്തി. എന്നിട്ട് ഒരു വൃദ്ധയുടെ രൂപം പൂണ്ടു. എന്നിട്ട് ഒരു ഗൃഹത്തിൽ ചെന്ന് അവിടെയും കതകിൽ മുട്ടി. അപ്പോൾ ഒരു സ്ത്രീ ആ ഗൃഹത്തിൻ്റെ വാതിൽ തുറന്നിറങ്ങി വന്നു. അപ്പോൾ ഈ വൃദ്ധയായ ആ ലക്ഷ്മി ദേവി ആ ഗൃഹസ്ഥയോട് പറയുകയാണ്, മോളെ,
ഞാൻ ഒരുപാട് ദൂരത്ത് നിന്ന് വരികയാണ്, എനിക്കിത് അല്ലാതെ ദാഹിക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം തരൂ എന്ന് പറയുന്നു. ഇത് കേട്ട ആ ഗൃഹസ്ഥ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല തിരക്കിലാണ്, ഭഗവാന്റെ കഥ എവിടെ പറയുന്നു, എനിക്ക് കേൾക്കാൻ പോകണം, എനിക്കൊരു സമയം ഒരുപാട് വൈകി എന്ന് ആ ഗൃഹസ്ഥ ഈ ലക്ഷ്മി ദേവിയായ വൃദ്ധയോട് പറയുന്നു. അപ്പം അമ്മ മഹാമായ ആ വൃദ്ധയുടെ രൂപം പൂണ്ട ലക്ഷ്മി പറയുകയാണ്, ഞാൻ ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്, എനിക്ക് വല്ലാണ്ട് ദാഹിക്കുന്നു മകളെ, എനിക്ക് ഒരു തുള്ളി വെള്ളമെങ്കിലും തരൂ എന്ന് പറയുമ്പോൾ ആ ഗൃഹസ്ഥ ശരി ഞാൻ വെള്ളം എടുത്തു തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിട്ട് ആ വെള്ളം എടുത്തു വന്ന് ആ പ്രായമായ വൃദ്ധയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ വൃദ്ധ വെള്ളം കുടിച്ചു. അതിനുശേഷം ആ ഗ്ലാസ് തിരികെ ആ ഗൃഹസ്ഥയുടെ കയ്യിൽ കൊടുക്കുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഗൃഹസ്ഥ തൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് തിരികെ ഏൽപ്പിച്ച ആ ഗ്ലാസ് സ്വർണ്ണ ഗ്ലാസ്സായി മാറിയിരിക്കുന്നു. അത്ഭുതം കൊണ്ടുപോയി അവർ. എന്ത് അത്ഭുതമാണിത്! വെറുമൊരു ഗ്ലാസ്സിൽ വെള്ളം കൊടുത്തപ്പോൾ ആ ഗ്ലാസ് തിരികെ തന്നപ്പോൾ അത് സ്വർണമായി മാറിയിരിക്കുന്നു. അവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതെയായി. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നും ആ വൃദ്ധയെ യാത്രയാക്കിയതിന് ശേഷം കഥ പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ ആ കഥ പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ ഗൃഹസ്ഥ അവർ ഈ കഥ പറയുന്നതിലൊന്നും അല്ലായിരുന്നു അപ്പോഴത്തെ ശ്രദ്ധ. തനിക്ക് തൻ്റെ വീട്ടിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയുകയായിരുന്നു. അതായത് തൻ്റെ വീട്ടിലൊരു വൃദ്ധ വെള്ളം കുടിക്കുവാനെത്തി, അവരുടെ തിരിച്ച് ഗ്ലാസ് തന്നപ്പോൾ സ്വർണ്ണമയമായി മാറിയിരിക്കുന്നു. ആ വൃദ്ധ ഇങ്ങനെ ഓരോ വീടുകളും കയറിയിറങ്ങി നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇവർ ആ കഥ പറയുന്ന സ്ഥലത്തിരുന്ന് ഇത് പറയുമ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എല്ലാവരും ഇതിങ്ങനെ കേൾക്കുകയാണ്. ഓരോ ചെവിയിൽ നിന്ന് ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലേക്ക്, മറ്റൊരു ചെവിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ ഈ അത്ഭുത കഥ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നാരായണൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഈ ഒരു അത്ഭുതം നടന്നത് കാരണം ആർക്കും ഇതൊന്നും കേൾക്കാൻ സമയമില്ല. എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഈ ഗൃഹസ്ഥയുടെ കയ്യിലിരുന്ന ഗ്ലാസ് സ്വർണ്ണമയമായിരിക്കുന്നു എന്നത് കേട്ട ഉടൻ തന്നെ എല്ലാവരും അവരുടെ സ്വഗൃഹത്തിലേക്ക് പോയി മടങ്ങി. അവർ എന്തിനാണെന്ന് അറിയുമോ? ആ വൃദ്ധയെങ്ങാനും എൻ്റെ വീട്ടിൽ വന്നാൽ എന്താ സംഭവിക്കണത് എന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഥ പറയുന്ന സമയത്ത് അവിടെ ആരുമില്ല, എല്ലാവരും അവരവരുടെ ഗൃഹത്തിലേക്ക് പോയിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു കാര്യം ഈ ഭഗവാൻ നാരായണന് കഥ പറയുവാൻ എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുത്ത ഒരാളുണ്ടല്ലോ, ഒരു ഗൃഹസ്ഥനുണ്ടല്ലോ, അദ്ദേഹവും ഇതറിഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് ഓടി. താൻ കുറച്ച് ദിവസമായി കഥ പറയിപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഈ ബ്രാഹ്മണനെ കഥ പറയുന്ന ബ്രാഹ്മണനെ സഹായിക്കുകയാണ്. അപ്പോൾ തനിക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. ആ സമയത്തെങ്ങാനും ആ വൃദ്ധ തൻ്റെ വീട്ടിലെങ്ങാനും വന്നിരുന്നുവോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ഗൃഹത്തിലേക്ക് ഓടിപ്പോയി. എന്തായാലും ആ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ ആ വൃദ്ധയെ കാണുന്നു. ആ വീടിൻ്റെ വാതിൽക്കൽ വെച്ച് തന്നെ കാണുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അല്ലയോ മാതാ, എൻ്റെ വീട്ടിലേക്ക് കയറി വരൂ, ഞാൻ ഇച്ചിരി തിരക്കിലായിരുന്നു, അങ്ങ് ഇവിടെ വന്നിരുന്നുവോ, എൻ്റെ വീട്ടിലേക്ക് കയറി വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, ആ ലക്ഷ്മി ദേവി വിഷം പൂണ്ടിരിക്കുന്ന ആ വൃദ്ധയായ അമ്മ പറയുകയാണ്, അല്ലയോ മഹാത്മൻ, ഞാൻ നിങ്ങളുടെ വീട്ടിലാണ് ആദ്യം വന്നത്, അങ്ങ് ഇവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങേ കാണാനും പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇങ്ങ് കയറി വരൂ, ഇവിടെ തന്നെ നിൽക്കൂ, എൻ്റെ വീട്ടിലേക്ക് കയറി വരൂ, എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് പറയുമ്പോൾ ആ വൃദ്ധ പറയുന്നു, ഇനി അങ്ങയുടെ വീട്ടിലേക്ക് എനിക്ക് വരുവാൻ സാധിക്കുകയില്ല, അല്ലെ അങ്ങയുടെ വീട്ടിൽ വന്ന് താമസിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഗൃഹസ്ഥൻ ചോദിച്ചു, അതെന്താണ് അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് അമ്മ പറ്റില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധ പറയുന്നു, നിങ്ങളിവിടെ കഥ പറയുവാൻ ഒരാളെ ഏർപ്പാട് ചെയ്ത് കൊടുത്തില്ലേ, സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടില്ലേ, ഇവിടെ താമസിക്കുവാനുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടില്ലേ, അദ്ദേഹം ഇവിടെ ഉള്ളത് തന്നെയാണ് പ്രശ്നമെന്ന് പറയുന്നത്, അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ എനിക്കിവിടെ താമസിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ വൃദ്ധ ആ ഗൃഹസ്ഥനോട് പറഞ്ഞു. ഇത് കേട്ട ഗൃഹസ്ഥൻ എന്ത് ചെയ്തു? അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ വൃദ്ധ ഇവിടെ താമസിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പോൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്ന ആ പാത്രം സ്വർണ്ണമാക്കി തരും, വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ് സ്വർണ്ണമാക്കി തരും. ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം ആ നാരായണനായ ആ ബ്രാഹ്മണവേഷം കൊണ്ട് ബ്രാഹ്മണനോട് പറയുകയാണ്, അങ്ങ് ദയവ് ചെയ്ത് എൻ്റെ വീട്ടിൽ നിന്ന് മാറണം, എനിക്കിവിടെ മറ്റൊരാളെ ഇവിടെ താമസിപ്പിക്കുവാനുണ്ട്, അങ്ങേക്ക് ഞാൻ വേറൊരിടം ശരിയാക്കി തരാം, അങ്ങ് അവിടെ പോയി കഥ പറഞ്ഞോളൂ എന്നൊക്കെ ഈ ബ്രാഹ്മണനോട് പറയുന്നു. അപ്പോൾ ഈ ബ്രാഹ്മണൻ ആരാണ്? നാരായണനായ ബ്രാഹ്മണൻ. ശരി, സത്യത്തിൽ നാരായണൻ തന്നെയാണ്. ആ നാരായണൻ വേഷം കൊണ്ട് വന്നിരിക്കുന്നു. ആരുടെ? ബ്രാഹ്മണൻ്റെ. ആ ബ്രാഹ്മണൻ പറയുന്നു, ഇനി 2-3 ദിവസം കൂടി അല്ലേ കഥ പറയുവാനുള്ളൂ,
അങ്ങനെയെങ്കിൽ ഞാൻ 2 ദിവസം കൂടി ഇവിടെ താമസിച്ചോട്ടെ, എന്നെ എന്തിനാണ് പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഗൃഹസ്ഥൻ പറഞ്ഞു, ഇല്ലില്ല, നിങ്ങൾ ഇപ്പോൾ തന്നെ പോകണം, ഇവിടെ വേറൊരാളെ താമസിപ്പിക്കുവാനുണ്ട്, അങ്ങേക്ക് നിങ്ങൾക്ക് കഥ പറയുവാനും താമസിക്കുവാനുള്ള വേറൊരിടം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണനെ ഈ ഗൃഹസ്ഥൻ പറഞ്ഞു വിടുന്നു. അപ്പോൾ ലക്ഷ്മി ദേവി സാക്ഷാൽ നാരായണനോട് പറയുകയാണ്, അങ്ങയോട് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ പ്രഭു, ഈ ആൾക്കാരൊക്കെ എന്നെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ നാരായണ നാരായണ എന്ന് ജപിക്കുന്നത് അവർക്ക് ധനത്തെ കിട്ടാനാണ്, ലക്ഷ്മിയെ കിട്ടാനാണ്, ലക്ഷ്മിവാസം ഉണ്ടാവാനാണ്. ഭഗവാൻ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ പറഞ്ഞു, ലക്ഷ്മി ദേവി, എനിക്കെല്ലാം മനസ്സിലായി. ലക്ഷ്മിയെ ലഭിക്കുവാൻ വേണ്ടി തന്നെയാണ് അവർ എന്നെ വിളിക്കുന്നത്, നാരായണ നാരായണ എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഞാൻ അംഗീകരിച്ചു തരുന്നു. പക്ഷേ ദേവി ഒരു സത്യം മനസ്സിലാക്കണം. നാരായണ എന്ന് വിളിച്ചാൽ മാത്രമേ ലക്ഷ്മിയെ നേടുവാൻ സാധിക്കുകയുള്ളൂ. ആ നാരായണ വിളിയിലൂടെ മാത്രമേ അവർക്ക് ലക്ഷ്മി ദേവിയെ കരസ്ഥമാക്കുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാരായണൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ഉണ്ടാവും. ലക്ഷ്മി മാത്രമുള്ളിടത്ത് നാരായണൻ ഉണ്ടാവില്ല. അത് ദേവി മനസ്സിലാക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ ബ്രാഹ്മണ വേഷം പൂണ്ട ആ സാക്ഷാൽ നാരായണൻ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ ലക്ഷ്മി ദേവി അവിടെ നിൽക്കുന്ന സമയത്ത് ആ ഗൃഹസ്ഥൻ വിളിക്കുന്നു, എൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കൂ, എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞാൻ എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ലക്ഷ്മി ദേവി ആ ഗൃഹസ്ഥനോട് പറയുകയാണ്, ഞാനിവിടെ താമസിക്കാൻ എനിക്കിനി സാധിക്കുകയില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, സാക്ഷാൽ നാരായണനെയാണ് നിങ്ങൾ പറഞ്ഞു വിട്ടത്. ആ നാരായണൻ എവിടെയുണ്ടോ അവിടെ മാത്രമേ ലക്ഷ്മി വാസമുണ്ടാവൂ, അവിടെ മാത്രമേ ലക്ഷ്മി ഉണ്ടാവുള്ളൂ, ലക്ഷ്മി ദേവി ഉണ്ടാകുകയുള്ളൂ. നാരായണനെ പറഞ്ഞു വിട്ട ഈ സ്ഥലത്ത് എനിക്കൊരിക്കലും തന്നെ നിൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ദേവി, ആ വൃദ്ധയുടെ രൂപം കൊണ്ട് ആ ലക്ഷ്മി ദേവി അവിടെ നിന്ന് ഭഗവാന്റെ അടുത്തേക്കായ വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു ഗുണപാഠം നമുക്കും മനസ്സിലാക്കാം. അതായത് നമ്മളെല്ലാം ഓട്ടത്തിലാണ്, തിരക്ക് പിടിച്ച ജീവിതത്തിലാണ്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പലതും നേടുന്നു, പക്ഷേ പലതും നമുക്ക് നഷ്ടമാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനുള്ളിൽ നമ്മൾ സമ്പാദിക്കുവാൻ, സമ്പത്തുണ്ടാക്കുവാൻ ഒക്കെയാണ് നമ്മൾ ഓടുന്നത്, അല്ലേ? നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും, അല്ലെ സഹോദരനോ സഹോദരിക്കോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ ഈ ധനത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നമ്മുടെ നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. എപ്പോഴും പറയുന്നത് പോലെ ഓരോ നിമിഷവും അനുനിമിഷം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക. അപ്പോൾ നമുക്ക് ലക്ഷ്മി ദേവിയെ, ധനത്തെ, സമൃദ്ധിയെ, ഐശ്വര്യത്തെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നാരായണനെ വിളിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ നാരായണനെ വിളിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നാരായണനെ വിളിക്കുന്ന ഒരു കുടുംബത്തിൽ, നാരായണനെ വിളിക്കുന്ന ഒരുവൻ്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയും താനേ വന്നുകൊള്ളും. അപ്പോൾ ലക്ഷ്മി ദേവിയെ മാത്രം സ്മരിക്കുന്നവർ ഓർക്കുക, നാരായണനെ വിളിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്മി ദേവിയെ മാത്രം വിളിച്ചാൽ നാരായണനെ കിട്ടില്ല, ലക്ഷ്മി ദേവിയെ ലഭിക്കില്ല. പക്ഷെ നാരായണനെ വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ആരാണോ വിളിക്കുന്നത് അവൻ്റെ ഗൃഹത്തിനുള്ളിൽ, അവൻ്റെ ഹൃദയത്തിനുള്ളിൽ നാരായണനും വസിക്കും, ലക്ഷ്മി ദേവിയും വസിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.